വളരെ വിചിത്രമായിട്ടുള്ള ഒരു അഭിപ്രായമായിട്ടത് തോന്നുകയാണ്. രാജ്യത്തിൻ്റെ ഭരണഘടന നിലവിൽ വരുമ്പോൾ പ്രത്യേക പരിരക്ഷ കൊടുക്കേണ്ടുന്ന വിഭാഗങ്ങളായിട്ട് ചില വിഭാഗങ്ങളെ കണ്ടിട്ടുണ്ട്. അവരുടെ പരിരക്ഷയ്ക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം പാർലമെൻറ്റിനും നിയമസഭകൾക്കും നൽകിയതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും കൂടുതൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകാനിടവരുന്ന, വിവേചനങ്ങൾ നേരിടാനിടവരുന്ന ജനവിഭാഗങ്ങളുടെ പരിരക്ഷയ്ക്ക് വേണ്ടി കമ്മീഷനുകൾ രൂപീകൃതമായിട്ടുള്ളത്. ജനസംഖ്യയുടെ പകുതിയിലേറെ ഉണ്ടെങ്കിലും സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുള്ള പരിരക്ഷ കൊടുക്കാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കണം എന്ന് ഭരണഘടന തന്നെ നിർദ്ദേശിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15(3) പ്രത്യേക പരിരക്ഷ കൊടുക്കേണ്ടുന്ന വിഭാഗങ്ങൾക്ക് പരിരക്ഷ കൊടുക്കാൻ ഉതകുന്ന നിയമനിർമ്മാണം നടത്താൻ നിയമസഭകൾക്കും പാർലമെൻറ്റിനും അധികാരം നൽകിയിട്ടുള്ളതാണ്. ആ ആർട്ടിക്കിൾ 15(3) ഭാഗമായിട്ടാണ് വനിതാ കമ്മീഷൻ ആക്ട് രൂപീകൃതമായിട്ടുള്ളത്. ദേശീയ തലത്തിലും സംസ്ഥാനങ്ങളിലും വനിതാ കമ്മീഷൻ ആക്റ്റുകൾ നിലവിൽ വന്നത് 1990കളുടെ ആരംഭത്തിലാണ്. 90-ൽ നിയമസഭ പാസ്സാക്കിയിട്ടുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള വനിതാ കമ്മീഷൻ ആക്ട് രൂപീകൃതമായത്. 96-ലാണ് കമ്മീഷൻ അനുശാസിക്കുന്ന നിയമം അനുശാസിക്കുന്ന വനിതാ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ 28 വർഷക്കാലമായിട്ട് കേരള വനിതാ കമ്മീഷൻ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ദേശീയ തലത്തിലും വനിതാ കമ്മീഷൻ്റെ പ്രവർത്തനം വളരെ നല്ല രൂപത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ വിവേചനങ്ങൾ നേരിടുന്ന ജനവിഭാഗങ്ങൾക്ക് പരിരക്ഷ കൊടുക്കാനാണ്. അപ്പോൾ ഭരണഘടന അനുസൃതമായിട്ടുള്ള നിയമം അനുശാസിക്കുന്ന വിധത്തിലാണ് വനിതാ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. ഭിന്നശേഷിക്കാർക്ക് പരിരക്ഷയ്ക്ക് കമ്മീഷനുണ്ട്, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പരിരക്ഷയ്ക്ക് കമ്മീഷനുകളുണ്ട്, ശാരീരികമായിട്ടുള്ള അവശതകൾ നേരിടുന്ന വിഭാഗങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള പരിരക്ഷ കൊടുക്കാൻ നിയമം അനുശാസിക്കുന്നുണ്ട്. സീനിയർ സിറ്റിസൺസിന് പ്രത്യേക പരിരക്ഷ കൊടുക്കാൻ നിയമം അനുശാസിക്കുന്നുണ്ട്. ആ തരത്തിലുള്ള ഒരു സമൂഹത്തിൽ പ്രത്യേക പരിരക്ഷ കൊടുക്കേണ്ടുന്ന വിഭാഗങ്ങൾക്ക് പരിരക്ഷ കൊടുക്കാനാണ് കമ്മീഷനുകൾ രൂപീകൃതമായിട്ടുള്ളത്. പുരുഷ മേധാവിത്വപരമായിട്ടുള്ള ഒരു സാമൂഹ്യ ചുറ്റുപാട് നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് സ്ത്രീ സമൂഹത്തിൽ നിരവധിയായിട്ടുള്ള വിവേചനങ്ങൾക്കും ചൂഷണങ്ങൾക്കും ഇരകളാവുന്നത്. അതിൽ നിന്ന് പരിരക്ഷ കൊടുക്കാനാണ് നിയമം അനുശാസിക്കുന്നത്. അതുകൊണ്ട് തന്നെ വനിതാ കമ്മീഷനുകളുടെ പ്രവർത്തനത്തിന് അതിൻ്റെ അനിവാര്യത ഇന്നും ഈ സമൂഹത്തിൽ നിലവിലുണ്ട് എന്നുള്ളതാണ്. പുരുഷനെതിരെ അല്ല നിയമം ഉപയോഗിക്കപ്പെടുന്നത്. സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കാഴ്ചപ്പാട് വെച്ചു പുലർത്തുന്ന ഏതൊരാൾക്കുമെതിരായിട്ട് ഈ നിയമം പ്രയോഗത്തിൽ വരുത്താം. ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്ന സ്ത്രീധന പീഡന കേസുകളിൽ, അതുപോലെ ഗാർഹിക പീഡന കേസുകളിൽ, തൊഴിലിടങ്ങളിലുള്ള പീഡനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോഷ് ആക്ടിൻ്റെ ഭാഗമായിട്ടൊക്കെ നിരവധി പരാതികൾ സ്ത്രീകൾക്കെതിരായിട്ട് കൂടി വരാറുണ്ട്. ഇപ്പോൾ സ്ത്രീധന പീഡന കേസുകളിൽ പ്രധാന പ്രതിസ്ഥാനത്ത് വരുന്നത് ഒന്നുകിൽ ഭർത്താവിൻ്റെ അമ്മ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സഹോദരിമാരൊക്കെയാണ്. ശിക്ഷിക്കപ്പെടുന്നതിലും നല്ലൊരു പങ്ക് സ്ത്രീകൾ ഉണ്ട്. അതുകൊണ്ട് പുരുഷനെതിരായിട്ടാണ് ഈ നിയമങ്ങളിലൊക്കെ തന്നെ എന്ന് കാണുന്നതിൽ അർത്ഥമില്ല. സ്ത്രീക്ക് സംരക്ഷണം കൊടുക്കാനും സ്ത്രീക്ക് പരിരക്ഷ ഉറപ്പുവരുത്താനും സ്ത്രീയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുമാണ് നിയമം അനുശാസിക്കുന്നത്. പുരുഷനെതിരായിട്ട് പരാതി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പരാതി പ്രകാരം കേസെടുക്കാൻ നിയമം അനുശാസിക്കുന്നുണ്ട്. സ്ത്രീക്കെതിരായിട്ടാണ് പരാതിയെങ്കിലും കേസെടുക്കാൻ നിയമം അനുശാസിക്കുക. അതുകൊണ്ട് പുരുഷ വിരുദ്ധമായിട്ടുള്ള നിയമമാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. സ്ത്രീ സൗഹൃദ സമീപനം ഈ സമൂഹത്തിൽ ഉണ്ടാവണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടൊരു പുരുഷ വിരുദ്ധമായിട്ടുള്ള ഒരു സംവിധാനമാണ് വനിതാ കമ്മീഷനെന്നോ വനിതാ സംരക്ഷണ നിയമങ്ങളെന്നോ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണെന്ന് ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹം കമ്മീഷനെതിരായിട്ട് ഉള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു കേൾക്കുകയാണ്. പുരുഷ കമ്മീഷന് ഇന്നത്തെ സമൂഹത്തിൽ യാതൊരു പ്രസക്തിയുമില്ല.